ഇടതുപക്ഷ ഗവൺമെന്റ് വികസിച്ചിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് നടത്തിയ എണ്ണമറ്റ സമര പോരാട്ടത്തിലൂടെയാണ്. ഈ നാടിന്റെ ജനത ഈ നാടിന്റെ സമര ചരിത്രത്തിന്റെ അനുഭവങ്ങൾ തൊട്ടുണർന്ന് ഉയർന്നു വരികയും നിങ്ങളെ അടിച്ച് താഴെ ഇറക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. മരണത്തെ ഞങ്ങൾ ഭയക്കുന്നവരല്ല. മരണം ഒരിക്കലേ ഉണ്ടാകൂ. നിങ്ങളുടെ തിട്ടൂരത്തിന്റെ പിന്നിൽ നിന്റെ 8 തോക്കിന്റെ ഭീഷണിയിൽ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന പാർട്ടിയുടെ പേരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് കണ്ടുവച്ചണം. കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം വന്നാൽ നമ്മുടെ നാട് എന്താകും എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 2015 ശേഷമുള്ള ഇവിടുത്തെ അനുഭവം. പുറത്തേക്കെല്ലാം കൊട്ടിഘോഷിക്കുന്നതും വാർത്തയാക്കുന്നതും സിംഗപ്പൂർ മോഡൽ എന്നാണ്. ഇവിടെ വന്ന കാലം മുതൽ ഇവർ പറഞ്ഞു കേട്ടു തുടങ്ങിയതാണ് സിംഗപ്പൂർ മോഡൽ, കിഴക്കമ്പലം സിംഗപ്പൂർ മോഡൽ എന്ന് പറയുന്നതാണ്. സാബുവിൻ്റെ വാഴ്ത്തുപാട്ടുകാരെല്ലാം മീഡിയ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ജനാധിപത്യത്തിൽ ഒരു പ്രത്യേകതയുള്ള സംവിധാനം ഉണ്ടാക്കുന്നു, സിംഗപ്പൂർ മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നല്ലാണ്. എന്താണ് ആ മോഡൽ എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കിഴക്കമ്പലത്തെയും സമീപ പ്രദേശത്തെയും ആളുകൾ പറയുന്നത് ഞങ്ങൾക്കൊരു സിംഗപ്പൂർ മോഡലും വേണ്ട, ഞങ്ങളുടെ ഈ നാട്ടിനകത്ത് ഉണ്ടായിരുന്ന മോഡലും മതി, അതുകൊണ്ട് ഇങ്ങനെ സിംഗപ്പൂർ മോഡലൊന്ന് ഒഴിവാക്കി തരണം എന്ന അഭ്യർത്ഥനയാണ് ജനങ്ങൾ വയ്ക്കുന്നത്. എന്തൊരു ധാർഷ്ട്യമാണ് എന്ന് നോക്കൂ. ജനാധിപത്യ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഭരണകർത്താക്കൾ എന്ന് പറഞ്ഞാൽ അവർ ജനങ്ങളോട് വിധേയപ്പെട്ടിരിക്കുകയും ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുകയും ചെയ്യേണ്ടവരാണ്. അതല്ലെങ്കിൽ ജനം അവരെ കൈകാര്യം ചെയ്യും. എന്നാൽ തൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട് എന്ന് കരുതി ആ പണമെടുത്ത് തെരഞ്ഞെടുപ്പിന് അടുക്കെയുള്ള സമയത്ത് ആളുകൾക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ണിപ്പൊടി ഇടാൻ നടത്തി ജനങ്ങളെ പറ്റിച്ച് ജയിക്കാമെന്നാണ് ഈ മാന്യൻ കരുതുന്നത്. 1 2 പ്രാവശ്യമൊക്കെ ആൾക്കാർക്ക് അങ്ങനെ കയ്യബദ്ധം വരും. പക്ഷെ അതൊരു തുടർച്ചയായ സാഹചര്യമായി മാറുമെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ജനങ്ങൾ ഇത് അനുഭവിക്കുന്നവരാണല്ലോ. ഇപ്പൊ ഞാൻ ഏരിയ സാഹിബിനോട് ഇവിടെ വന്നിരുന്നപ്പോൾ ചോദിക്കായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഇവർ കൊടുക്കുന്ന മാർക്കറ്റ് വിതരണ കേന്ദ്രം എങ്ങനെയുണ്ട്. അപ്പം സഹാവ് അത് സഹാവ് അറിഞ്ഞില്ലേ, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ പൂട്ടി. മുതലാളിക്ക് വോട്ട് കിട്ടിയില്ല, വോട്ട് കിട്ടാത്തതിന്റെ പ്രതിഷേധമായി പൂട്ടി. ഇവിടെ കുടുംബശ്രീയുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അത് പൂട്ടി. ഒരു കെട്ടിടം പണിതിട്ടിട്ട് എല്ലാവർക്കും ബിരിയാണിയും ഫ്രൈഡ് റൈസും സൗജന്യമായി കിട്ടുമെന്ന് പണിതിട്ടേക്കണ കെട്ടിടമാണ്. കുടുംബശ്രീകളുടെ ഉണ്ടായിരുന്നത് പൂട്ടിയിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് തുറന്നിട്ടില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇനി തുറക്കണേ എപ്പോഴാണെന്നറിയോ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ സമയം വന്നിട്ട് തുറക്കും മുതലാളി. കാരണം വോട്ട് കിട്ടാൻ വേണ്ടി വേണമല്ലോ, അപ്പൊ കൊണ്ടുവരും. സിംഗപ്പൂർ മോഡൽ പഞ്ചായത്തിനകത്തെ ബസ് സ്റ്റാൻഡിൽ ബസ് കയറില്ല. സിംഗപ്പൂരിനും ലോകത്തിനും നാണക്കേടാ ഇനി അങ്ങനെ പറയണത്. അങ്ങനെ പറയരുത് ഇനി. സിംഗപ്പൂർ മോഡൽ ബസ് സ്റ്റാൻഡിനകത്ത് കഴിഞ്ഞ കാലമായിട്ട് ബസ് കയറില്ല. ഇതൊന്ന് തുറന്ന് ഇവിടുത്തെ പിള്ളേർക്കും വഴിയാത്രക്കാർക്കും ഇവിടെ ബസ് കയറി പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുന്ന ഒരു മോഡൽ തരണമെന്നേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാധാരണക്കാരാണ്, ഈ നാട്ടിലുള്ളവർ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങളുടെ മക്കളാണ് സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഒക്കെ രാവും പകലും ഓടിക്കേറുന്നത്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തെല്ലാം ഇവിടെ വന്ന ബസ്സിൽ കയറി പോകാനുള്ള ഒരു സൗകര്യത്തിന്റെ ഒരു മോഡൽ കിട്ടിയാൽ മതി, വേറെ വലിയ സിംഗപ്പൂർ മോഡലൊന്നും വേണ്ട എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അപ്പുറയുള്ള മാർക്കറ്റും പ്രദേശത്തേക്ക് സംബന്ധിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടാണ് മാലിന്യങ്ങളുടെ കൂമ്പാരാണ്. പൊളിച്ചു കളഞ്ഞ പ്രദേശങ്ങൾ വിജനമാക്കിയെടുത്ത് മുതലാളിയുടെ കമ്പനിയുടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ നാട്ടിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്. എത്ര അപമാനകരമായ രൂപത്തിലാണ് കൊണ്ടുപോകുന്നതെന്ന്. ഇത്തരം കാര്യങ്ങൾ എണ്ണി എണ്ണി നാട്ടിലെ ജനങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പഞ്ചായത്ത് 27 കോടി രൂപ ലാഭത്തിലാണ് എന്ന്. പഞ്ചായത്ത് 27 കോടി രൂപ ലാഭത്തിലാണ്. ഇതെന്നെ കമ്പനിയാണോ പഞ്ചായത്ത് ലാഭവും നഷ്ടവും പറയാൻ? കമ്പനിയുടെ ലാഭവും നഷ്ടവും മാത്രം തിട്ടപ്പെടുത്തി പരിചയമുള്ള മുതലാളിക്ക് പഞ്ചായത്തിൽ ലാഭത്തിലാണ് 27 കോടി എന്നാണ് പറയുന്നത്. മുതലാളിയുടെ സ്ഥലം വാങ്ങിയിട്ടിട്ടുള്ള സ്ഥലത്തേക്കാണ് വികസനം, റോഡ്, സൗകര്യം. നാടായ പഞ്ചായത്ത് പ്രദേശം ഭാഗം പൊട്ടുപൊളിഞ്ഞു കിടക്കുക, ബസ് സ്റ്റാൻഡ് തകർന്നു കിടക്കുക, മാർക്കറ്റ് തകർന്നു കിടക്കുക.
ഇവിടെ ഉണ്ടായിരുന്ന പദ്ധതികളെല്ലാം മുടക്കുക, എന്നിട്ട് പഞ്ചായത്ത് ലാഭത്തിലാണ് എന്ന പ്രചരണം നടത്തിക്കൊണ്ട് പോകുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാപട്യത്തെ, ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഈ സമീപനത്തെ തിരുത്തിക്കാൻ ജനങ്ങൾ ഇവിടെ സജ്ജമാണ്. അതിന് ജനതയെ സജ്ജമാകും എന്നതിന്റെ ഭാഗമാണ് ഈ ഒത്തുചേർന്നിരിക്കുന്ന പ്രതിഷേധ യോഗത്തിൽ അടയാളപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. ഇപ്പൊ ജനാധിപത്യ സമൂഹത്തിൽ ഇദ്ദേഹം പഞ്ചായത്തിനെ മാത്രമല്ല കേരളത്തിലെ ഗവൺമെന്റിനെയും വെല്ലുവിളിക്കും പല ഘട്ടത്തിൽ. ചടപട ഞാൻ എന്റെ വ്യവസായം എല്ലായിട്ട് പോവുകയാണ്, കേരളം വിടുകയാണ് പറയാറില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? എന്ന് ടി വിയിൽ വന്നാലും അദ്ദേഹം ഞാൻ എന്റെ വ്യവസായം പൂട്ടി പോവുകയാണ് എന്ന് പറയും. ഈ കാണുന്ന രൂപത്തിലേക്ക് വ്യവസായം വളർന്നതെല്ലാം ഈ മണ്ണിൽ തന്നെ നിന്നുകൊണ്ടാണ്, അല്ലേ? ഈ മണ്ണിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാണുന്ന രൂപത്തിൽ പറയാൻ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും ഈ രൂപത്തിൽ വളർന്നത്. എന്നിട്ട് ഇപ്പൊ ആ കേരളത്തെ ആക്ഷേപിക്കാനും മറ്റുമായിട്ട് വളരെ ബോധപൂർവമായി ഞാൻ വ്യവസായം നിർത്തി പോവാണ് എന്ന് പറയും. ഇയാള് വ്യവസായം ഏതെങ്കിലും നിർത്തിയോ ഇതുവരെ? ഇവിടുന്ന് ഈ പറഞ്ഞതല്ലാണ്ട് ടി വിയിലൂടെയും മറ്റു വരുന്നവർ പ്രചരണം നടത്തും. എന്നെ ആന്ധ്രയും തെലുങ്കാനയും ക്ഷണിച്ചു, ഞാൻ അവിടെ തുടങ്ങിയോ? വല്ലതും തുടങ്ങിയോ? ഇപ്പം മനുഷ്യനെ പറ്റിക്കണ പ്രചരണമല്ലേ എല്ലാത്തിനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം വ്യവസായ സൗഹാർദ്ദമല്ല ഇദ്ദേഹത്തിന്റെ വാദമാണ്. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. ആ മാറ്റത്തെ വളരെ ആവേശപൂർവ്വം കേരളത്തിന്റെ ജനത കേരള മോഡൽ എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ സിംഗപ്പൂർ മോഡൽ അല്ല, കേരള മോഡൽ. ആ കേരള മോഡലിലെ പ്രത്യേകതകളിലൊന്ന് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളം വ്യവസായ സൗഹാർദ്ദമായി മാറി എന്നാണ്. വ്യവസായത്തിൽ ഒന്നാമതായിന്നൊന്നും അല്ലാട്ടോ ഞങ്ങൾ പറയണത്, വ്യവസായ സൗഹാർദ്ദ സ്റ്റേറ്റായി മാറി. ആർക്ക് വന്നും വ്യവസായം നടത്താൻ കഴിയുന്ന നിലയിലേക്ക് കേരളം മാറി. കേരളത്തിന്റെ പ്രകടമായ മാറ്റങ്ങളിലൊന്നാണ്. 50 കോടി രൂപയുടെ വ്യവസായം ആരംഭിക്കണമെങ്കിൽ ആർക്കും ഒരു രേഖയും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കണ്ട. അത് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് പോകാം. തുടങ്ങി 3 വർഷവും 6 മാസത്തിനുള്ളിൽ ബാക്കി രേഖകൾ തയ്യാറാക്കിയാൽ മതി. തുടങ്ങി കമ്പനി പ്രവർത്തനം ആരംഭിച്ച് 3 വർഷവും 6 മാസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തിനുള്ളിൽ അതിന്റെ പേപ്പറും മറ്റു കാര്യങ്ങളും തയ്യാറാക്കിയാൽ മതി. ഇതിന്റെ ഭാഗമായി കേരളത്തിന് അനുയോജ്യമാകുന്ന നിരവധി വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. കേരളത്തിന് അനുയോജ്യമാകുന്ന വ്യവസായമാണ്, ഉരുക്ക് നിർമ്മാണശാലയൊന്നുമല്ല, പ്രകൃതിയെ തകർക്കുന്ന വ്യവസായങ്ങളല്ല. കേരളത്തിന് അനുയോജ്യമാവുന്ന വ്യവസായങ്ങൾ നിരവധി കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. 2016 നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് അധികാരം നമ്മളിലെടുക്കുമ്പോൾ വ്യവസായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം 28ാമത്തെ സ്ഥാനം. അതിന് താഴെ കൊടുക്കാൻ സ്ഥലമില്ലാത്തോണ്ടാ 28. 9 വർഷക്കാലം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോ വ്യവസായ സൗഹാർദ്ദത്തിൽ കേരളത്തിനകത്ത് നമ്മുടെ സ്ഥാനം, ഇന്ത്യക്കകത്ത് നമ്മുടെ സ്ഥാനം 1ാമത്തെ സ്ഥാനം. പ്രകടമായി വന്ന മാറ്റാണ് ഇത്. രാജ്യമെമ്പാടും അംഗീകരിക്കുന്നു, നീതി ആയോഗ് അംഗീകരിക്കുന്നു. എല്ലാ കാര്യത്തിലും വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളെ എണ്ണി കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ ഈ ഡേറ്റകൾ വെച്ചുള്ള ചർച്ചയുടെ ഘട്ടത്തിൽ ഈ മാധ്യമങ്ങൾ പറയുന്നു, ഇത് അംഗീകരിച്ചുള്ള വർത്തമാനം പറയുന്നു. നമ്മുടെ കേരളത്തിന്റെ വ്യവസായ രംഗത്ത് ലോകത്തേക്ക് പടർന്നു സഞ്ചരിച്ച നിരവധി പ്രമുഖരുണ്ട്. അവരെല്ലാവരും പറയുന്നു കേരളം വ്യവസായത്തിന് അനുകൂലമായ സ്റ്റേറ്റാണ്. ഇപ്പൊ നമ്മുടെ ഈ സമീപ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്മാർട്ട് സിറ്റിക്കകത്ത് ട്വിൻ ടവേഴ്സ് എന്ന 2 IT ബിൽഡിംഗ്, ലുലുവിന്റെയാണ് 2 IT ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൗകര്യത്തോടെയുള്ള IT കെട്ടിടമാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ആ യോഗത്തിൽ ലോകത്തിന്റെ തന്നെ മലയാളിയായി നിന്നുകൊണ്ട് ലോകത്തേക്ക് വ്യവസായ രംഗത്ത് കടന്നു വന്ന് ലോകം അംഗീകരിക്കുന്ന ആളായി മാറിയ ലുലുവിന്റെ മുതലാളി ഉൾപ്പെടെ മലയാളികളായ വ്യവസായികൾ പറയുന്നു കേരളമാണ് ഏറ്റവും ഞങ്ങൾ കണ്ടിട്ടുള്ള വ്യവസായത്തിന് ഏറ്റവും നല്ല നാട്. വലിയ രൂപത്തിലുള്ള മാറ്റം അതിനകത്ത് വന്നു. IBM പോലുള്ള ലോകപ്രസക്തമായ IT കമ്പനികൾ, നിരവധിയായിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനികൾ, ഇങ്ങനെ ലോകത്ത് ശ്രദ്ധേയമാകുന്ന നിരവധി കമ്പനികൾ ഇങ്ങോട്ട് വരാൻ തയ്യാറാകുന്നു, കേരളത്തിൽ വ്യവസായം ചെയ്യാൻ തയ്യാറാകുന്നു. അന്നേരം അതേ രൂപത്തിൽ തന്നെ കേരളത്തിൽ വ്യവസായം നടത്തി വളർന്ന് പന്തലിച്ച ഒരു മാന്യൻ ഇവിടെ നിന്നുകൊണ്ട് പറയാണ് കേരളം എന്റെ നാട്, വ്യവസായത്തിന് കൊള്ളില്ല. അത് പറയുന്നതല്ലാതെ ഓരോന്നും പൂട്ടി ഇവിടുന്ന് അദ്ദേഹം പോകുന്നില്ല. അതും ശ്രദ്ധിച്ചോണം.
അപ്പൊ സ്വന്തം താല്പര്യമല്ലാതെ നാടിനോട് ഒരു സ്നേഹവും ഒരു താല്പര്യവുമില്ലാത്ത ഒരു മനുഷ്യന്റെ പേരാണ് ഈ പറയുന്ന മുതലാളി എന്നുള്ളതാണ്. സ്വന്തം താല്പര്യമല്ലാതെ. ഇപ്പൊ ഇവിടെ സഹാവ് സൂചിപ്പിച്ചല്ലോ, സ്വന്തം കമ്പനിയുടെ ലാഭം, അതിന്റെ ഭാഗമായ CSR ഫണ്ട് നിയമാനുസൃതം ഗവൺമെന്റിന്റെ ഭാഗമായി ചെയ്യേണ്ടത് ഇപ്പൊ പല പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തിട്ട് രേഖ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കിട്ടും. അതാണ് സാബുവിന് ആ തുകയാണ്. അല്ലാണ്ട് ഇത് അദ്ദേഹം ചെലവഴിച്ചില്ലെങ്കിൽ നിയമാനുസൃതം വേറെ രൂപത്തിൽ ചെലവഴിക്കേണ്ടതാണ്. അപ്പൊ രാജ്യത്ത് വന്ന നിയമപരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത്തരം CSR ഫണ്ടുകൾ അത്തരം കമ്പനികൾക്ക് പൊതുജന നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതിന്റെ രേഖയുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CSR ഫണ്ട് ഗവൺമെന്റിന് വേണ്ടി ചെലവായി, രാജ്യത്തിന് വേണ്ടി ചെലവഴിച്ചതായി പരിഗണിക്കപ്പെടും. അപ്പൊ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിന് കൊടുക്കേണ്ടതാണ്. ആ കൊടുക്കേണ്ട പണം ഇങ്ങനത്തെ ഒരു സൗകര്യം വെച്ചുകൊണ്ട് ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് രേഖയുണ്ടാക്കി ചെലവഴിക്കുന്ന മാന്യനാണ് ഈ സാബു എന്ന് പറയുന്ന മാന്യൻ. അങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വിതരണ കേന്ദ്രങ്ങളെല്ലാം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന നിരവധി വ്യവസായികൾ നമ്മുടെ രാജ്യത്തുണ്ട്, നിരവധി വ്യവസായികളുണ്ട്. ഇദ്ദേഹം മാത്രമൊന്നല്ല. പക്ഷെ അവരെല്ലാം സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അത് ചെയ്യുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. ഇദ്ദേഹം അത് ചെയ്യുമ്പോഴും അതിൽ നിന്നും തനിക്ക് കിട്ടാൻ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കറ്റുകളെല്ലാം ഉണ്ടാക്കുകയും അതിലൂടെ സേവനം നടത്തുകയും അത് വോട്ടാക്കി മാറ്റി പഞ്ചായത്ത് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം എതിർത്ത് വോട്ട് ചെയ്തപ്പോ ആ മാർക്കറ്റ് പൂട്ടിയിടുകയും ചെയ്യുന്ന സമീപനം ചെയ്യുന്നത്. ഇതാണ് ഈ മുതലാളിയുടെ മനോഭാവം ഇതാണ് എന്നുള്ളത് കാണാൻ കഴിയും. ജനങ്ങളോടുള്ള സ്നേഹമോ നാടിനോടുള്ള സ്നേഹമൊന്നുമല്ല. സ്വന്തം ആവശ്യങ്ങൾ, സ്വന്തം വ്യവസായ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്താൻ പഞ്ചായത്ത് ഉൾപ്പെടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ആ വ്യവസായത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ സ്കൂട്ടനികൾക്ക് ആ പഞ്ചായത്ത് ഭരണസമിതി അതിനെ വിധേയമാക്കും. അവിടെ പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടാക്കുന്നുണ്ടോ, അവിടെ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളും വിവിധ സംവിധാനങ്ങളും അതിന്റെ ഭാഗമായ പരിശോധനകളും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കും. ജനങ്ങളുടെ സ്വാഭാവികമായി അത് വിരുദ്ധമായ കാര്യങ്ങളുണ്ടായാൽ അതിന്റെ പ്രതികരണം ഉണ്ടാകും. എന്നാൽ ജനങ്ങളുടെ പ്രതികരണവും പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണനിർവഹണ ഉത്തരവാദിത്വവും അട്ടിമറിച്ച് സ്വന്തം കീശയിലാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇദ്ദേഹത്തിന്റെ ഈ നീക്കത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇദ്ദേഹം പറയുന്ന അല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല. പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇദ്ദേഹം പറയുന്നതല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയില്ല. ഈ രാജ്യത്ത് എവിടെയെങ്കിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പൊ CPM-ന്റെ പ്രതിനിധി ആയിക്കൊള്ളട്ടെ, CPM-ന്റെ പ്രതിനിധിക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. നമ്മളൊരു തെറ്റായ കാര്യം പറഞ്ഞാൽ അതിനോട് കലഹിക്കുന്നോ പലതും കാണുന്നില്ലേ? നമ്മളങ്ങനെ തെറ്റായ കാര്യം പറയാറില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞാൽ അതിനോട് അങ്ങനെ കലഹിക്കാനുള്ള ഇടം ഈ ജനാധിപത്യ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ നാടിനെല്ലാം ബാധകമായ കാര്യമാണ്. പക്ഷെ മുതലാളി പറയുന്നത് ഞാൻ പണക്കാരനായതുകൊണ്ട് നിങ്ങൾ മിണ്ടിപ്പോകരുത് എന്നാണ്. അതിന്റെ ഭാഗമായ അസ്വസ്ഥത ഇവിടെ ഉണ്ടായില്ലേ? ആത്മാഭിമാനം പണയം വെച്ച് എത്ര നാൾ നിൽക്കാൻ പറ്റും മനുഷ്യർക്ക്? നമുക്ക് വിലയിടുകയല്ലേ? മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ മുകളിൽ വിലയിടുകയല്ലേ? ഇത് പഴയ മാടമ്പിത്തരമല്ലേ? നമ്മൾ അതിജീവിച്ച് കടന്നു പോകുന്ന ചരിത്രത്തിൽ വായിക്കുന്ന പഴയകാല പ്രമാണിത്വത്തിന്റെ മാടമ്പിത്തരം ഉണ്ടല്ലോ. ചെറ്റക്കുടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിന് വിലയിട്ട, അവന്റെ അന്തസ്സിന് വിലയിട്ട ആ പ്രാകൃതമാർന്ന കാലം, ആ പ്രാകൃതമാകുന്ന കാലത്തിന്റെ പുതിയ അവതരണമാണ്, പുതിയ കാലത്തിന്റെ അവതരണമാണ് ഈ കോർപ്പറേറ്റ് രൂപത്തിലുള്ള ജനാധിപത്യത്തിന്റെ ഈ അട്ടിമറി എന്നുള്ളത് കാണണം. നമ്മളുടെ മനുഷ്യന്റെ അവകാശങ്ങളുടെ മേൽ അദ്ദേഹത്തിന്റെ പണാധിപത്യം പിടിമുറുക്കുന്നു. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിനെ റാമൂളികളാക്കി നിർത്താൻ കഴിയത്തക്ക വിധത്തിൽ കുറേയേറെ ജനവിഭാഗങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അതിന്റെ ഭാഗം ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. അതുകൊണ്ട് ഈ സിംഗപ്പൂർ മോഡൽ, ഈ പ്രമാണിയുടെ ഈ സിംഗപ്പൂർ മോഡൽ ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് ഈ നാട് പറയാൻ തയ്യാറാകുന്നത്. ഈ നാട് വളർന്നു വന്നതിന്റെ ഒരു ചരിത്രമുണ്ട്. ഈ നാടിന്റെ മുന്നേറ്റത്തിന്റെ ഒരു ചരിത്രമുണ്ട്.
ഈ ഇരിക്കുന്ന മനുഷ്യർക്കെല്ലാം ഇങ്ങനെയുള്ള മനുഷ്യരായി നിൽക്കാൻ കഴിഞ്ഞത് ഈ നാട്ടിൽ നടന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് കാണാൻ കഴിയും. ഉജ്ജ്വലമായ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു അരാഷ്ട്രീയ സംഘടനയുടെ സംഭാവനയല്ല എന്ന് കാണാൻ കഴിയും. ഈ അരാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സാബുവിന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളോട്, രാഷ്ട്രീയ സമീപനങ്ങളോട് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു RSS BJP ഈ രാജ്യത്തിന്റെ മണ്ണിൽ. അടിയന്തരാവസ്ഥയുടെ 50 വർഷക്കാലം കടന്നുപോയല്ലോ. ഭരണഘടനയുടെ സാധ്യതയ്ക്കകത്തു നിന്നുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമായ ക്രൂരമായ ഒന്നിന്റെ പേരായിരുന്നു അടിയന്തരാവസ്ഥ എന്നുള്ളത് കാണാൻ കഴിയും. നടപ്പാക്കിയ ആൾക്കാരാണ് ഈ കോൺഗ്രസ്സുകാർ. ഇപ്പൊ ജനാധിപത്യത്തെ സംബന്ധിച്ച് വാദോരാതെ കോൺഗ്രസ് സംസാരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലല്ല കോൺഗ്രസ്സുകാർ ചേർന്ന് സംസാരിക്കുന്നില്ലേ? രാജ്യം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയ ഈ രാജ്യത്ത് അടിച്ചേൽപ്പിച്ച കൂട്ടരുടെ പേരാണ് ഈ കോൺഗ്രസ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് ഈ അടിയന്തരാവസ്ഥ ഞാനിപ്പോ സാന്ദർഭികമായിട്ട് പറഞ്ഞു വന്നതാണ്. അടിയന്തരാവസ്ഥയുടെ ഭീകരത എന്തായിരുന്നു എന്നറിയാം. ഭീകരമായ മനുഷ്യന്റെ ജനാധിപത്യ അവകാശങ്ങളുടെ മേൽ കടന്നു കയറി. നിങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല, നിങ്ങൾ എല്ലാത്താലും നിയന്ത്രിതമായി. അന്നത്തെ ഭീകരതയുടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഞാൻ പറയാം. നിർബന്ധിതമായ വന്ധീകരണം അതിനെ നിർബന്ധിതമാക്കി. പണ്ട് ഹിറ്റ്ലർ നടപ്പാക്കിയതാണത്. ഹിറ്റ്ലർ നടപ്പാക്കിയതിനേക്കാൾ 15 ഇരട്ടി കൂടുതൽ കോൺഗ്രസിന്റെ കാലത്ത്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഇന്ത്യക്കകത്ത് നടപ്പാക്കിയതെന്നാണ് കണക്ക് പറയുന്നത്. 1976 പുരുഷന്മാരെ വന്ധ്യീകരണത്തിന് വിധേയമാക്കിയത് 62 ലക്ഷം പേരെയാണ് നിർബന്ധിതമായി. 1977 എത്തുമ്പോ സ്ത്രീകളും പുരുഷന്മാരുടെ മൊത്തം കഴിഞ്ഞാൽ 11 മില്യൺ ആളുകളെയാണ് വന്ധ്യീകരിച്ചത് നിർബന്ധിതമായി. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിലെ ഏറ്റവും ഭീകരമായ ഒരു കാലം. ആ കാലത്തെ ഉണ്ടാക്കിയത് ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് അടിയന്തരാവസ്ഥ ഏർപ്പിക്കാനുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്തത്. എന്നാൽ ഇന്ന് നരേന്ദ്രമോദി ചെയ്യുന്നതോ ആ ഭരണഘടനയെ തന്നെ ഇല്ലാണ്ടാക്കാനാണ്. എന്താ സാബുവിന്റെ അഭിപ്രായം? രാജ്യത്തെ BJPയുടെയും RSSന്റെയും ഭരണഘടനയെ ഇല്ലാതാക്കാൻ നടത്തുന്ന, ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും തകർക്കാൻ നടത്തുന്ന ഈ നീക്കത്തോട് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ നിലയിലേക്കാണല്ലോ അവരുടെ അഭിപ്രായം എന്താണ് അറിയണ്ടേ? ഈ നാട് തകർന്നു കുഴിച്ചു മൂടി കഴിഞ്ഞിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? RSSന്റെ ഇന്നത്തെ ഇന്ത്യൻ പദ്ധതിയോട് എന്താണ് അഭിപ്രായം? ജനാധിപത്യത്തെ തകർക്കുന്നു അവർ, മതനിരപേക്ഷതയെ തകർക്കുന്നു അവർ, രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ തകർക്കുന്നു, ബഹുസ്വരതയെ തകർക്കുന്നു, എല്ലാം കോർപ്പറേറ്റുകൾക്ക് തീറെഴുതുന്നു. അപ്പൊ ഈ കോർപ്പറേറ്റിന്റെ അഭിപ്രായം എന്താണ്? രാജ്യത്ത് എന്താ ഇപ്പൊ അവശേഷിക്കുന്നത്? കൃഷിഭൂമി കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നു, വിത്ത് വളം എല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലായി, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലായി. ഓരോന്ന് തീറെഴുതി കൊടുത്ത് കടല് തീറെഴുതി കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ മണ്ണിൽ ബ്ലൂ എക്കണോമി എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ കൂടുതൽ പേടിക്കണം. കാരണം ഏറ്റവും വേഗതയിൽ കടല് കയറുന്ന പ്രദേശം കൊച്ചിയാ. ഏറ്റവും വേഗതയിൽ ആ കടല് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തിന്റെ മണ്ണിൽ നിയമമുണ്ടാക്കി പാർലമെന്റിനകത്ത് ധാതു സമ്പത്തുകൾ, കടലുകളുടെ ധാതു സമ്പത്തുകൾ ഖനനം ചെയ്തെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവകാശം. കടലുകൾ കയറി വരുന്നതിനെ തടഞ്ഞു നിർത്തുന്ന നിരവധി പുറ്റുകൾ ഉൾപ്പെടെയുണ്ട്. ഈ ഖനനത്തിന്റെ ഭാഗമായി അതിന്റെ ആവാസ വ്യവസ്ഥ ആകെ തകരും. കൂടുതൽ വേഗതയിൽ കടൽ കരകയറും. കടലും അതിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ ജീവിതം തകരുന്നതോടൊപ്പം തന്നെ നാടിന്റെ ആവാസ വ്യവസ്ഥയും തകർക്കും. അതിന് നിയമം ഉണ്ടാക്കി കൊടുത്തതാ. എന്താ സാബുവിന്റെ അഭിപ്രായം ഈ നിയമത്തോട്? വനം പ്രദേശങ്ങൾക്കകത്ത് ധാതു സമ്പത്തുകൾ കൊള്ളയടിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കോർപ്പറേറ്റുകൾക്ക് നിയമം ഉണ്ടാക്കി കൊടുത്തു രാജ്യത്തിന്റെ വനാതിർത്തിക്കകത്ത്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ മണിപ്പൂരിലെല്ലാം കലാപം നടക്കുന്നത്? ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊന്നുകൊണ്ടിരിക്കുക. തീരുന്നില്ല. കൊന്നു തീരാത്തോണ്ട് തീരാത്തതാ. അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്നറിയോ? കുക്കി ജനവിഭാഗങ്ങൾ, ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന പ്രദേശം മലമ്പ്രദേശമാണ്. ധാതു സമ്പത്തുകളുടെ കേന്ദ്രമായ മലമ്പ്രദേശങ്ങളെ കോർപ്പറേറ്റുകളുടെ കൈകളുടെ പിടിയിലേക്ക് അമർത്താൻ വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ നിയമത്തിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജനങ്ങളെ വേട്ടയാടുകയാണ്, ഭരണകൂടം വേട്ടയാടുകയാണ്. എന്താ ഇവിടത്തെ സാബുവിന്റെ ആ കാര്യത്തിലെ അഭിപ്രായം? ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഞങ്ങൾക്ക് പറയണ്ടേ? നിങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയാണെന്നാണല്ലോ പറയണ്ടേ? നിങ്ങളുടെ പഞ്ചായത്തിന്റെ അഭിപ്രായം എന്താണ്?
ഈ രാജ്യത്തെ തകർക്കുന്ന ഈ നിയമത്തോട് എന്താണ് ഇവരുടെ അഭിപ്രായം? മതനിരപേക്ഷമായി ഇന്ത്യയെ തകർക്കുകയാണ്, മതപരമായ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. എന്താ അഭിപ്രായം? അല്ല, പാലിന് വില കുറച്ച് 2 ദിവസം 2 ആഴ്ച കിട്ടിയോണ്ടോ, പച്ചക്കറിക്ക് രണ്ടാഴ്ച വില കൂട്ടിയോണ്ടോ തീർന്ന കാര്യമാണോ ഞാനീ പറയണത്? ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ചിന്തിക്കണം. 5 രൂപ പാലിനോ 10 രൂപ പാലിനോ തന്ന് നമ്മളെ പറ്റിക്കുന്നവർ നമ്മളെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇവരുടെ അഭിപ്രായം? നിശബ്ദമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനും കോർപ്പറേറ്റ് ശക്തികൾക്കും ഒരു നാടിന്റെ ജനതയെ ആകമാനം നയിച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ഒരു ജനതയെ രാഷ്ട്രീയമായി ഷണ്ഡീകരിച്ചെടുക്കുക, പ്രതികരണ ശേഷിയില്ലാത്തവരാക്കി മാറ്റുക, അതിനോ ഒരു പച്ചക്കറി കിറ്റ്, മറ്റു കാര്യങ്ങൾ ഇത് കൊടുക്കുക. അത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഉദാര സമീപനത്തോടെ കൊടുക്കുക എന്നുള്ളതല്ല, കാർഡ് വെച്ച് കൊടുക്കുക. കാർഡുള്ളവന് ഇത് കിട്ടുള്ളൂ. കാർഡ് ഈ മാതിരി എല്ലാം നിയന്ത്രണം ഉണ്ടാക്കിയിട്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോ അത് പൂട്ടി. ഇതെന്തൊരു നാടാണിത്? ഇതെന്ത് സമീപനാണ്? ഈ രാജ്യത്തെ ഈ അപകടകരമായ സ്ഥിതിവിശേഷത്തോട് ഇദ്ദേഹത്തിന്റെ സമീപനം എന്താണ്? ഇപ്പൊ മതപരമായ വിഭജനം ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും എല്ലാം തമ്മിൽ തല്ലിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇപ്പൊ രാജ്യത്ത് ഹിന്ദു ജനവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ വടക്കേ ഇന്ത്യക്കകത്ത് പേടിയാണ് മറ്റു വനവിഭാഗക്ക്. സാധാരണ ആഘോഷം നേട്ടാൻ നമുക്കെല്ലാവർക്കും സന്തോഷമല്ലേ? ഓണം വന്നാൽ നമ്മളെല്ലാവരും ഒത്തുകൂടും, ക്രിസ്തുമസ് വരുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടും, റംസാൻ വരുമ്പോൾ നമ്മളെല്ലാം അല്ലേ? ആഘോഷം മനുഷ്യർക്ക് സന്തോഷമല്ലേ? എല്ലാവരും ഒന്നിക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇന്ത്യയുടെ അനുഭവം, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് ഹിന്ദു വിഭാഗത്തിന്റെ ആഘോഷങ്ങൾ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റു മതവിഭാഗർക്ക് പേടിയാണ്. വരുന്ന ഘോഷയാത്രകൾ അക്രമാസക്തമായ RSSന്റെ ആയുധ പ്രയോഗമാണ്. ഇടിച്ചു നിരത്തിയാണ് മുസ്ലിം ജനവിഭാഗത്തെ, ദളിതരെ, പിന്നോക്കക്കാരെ, പാവപ്പെട്ടവരെ വളരെ സംഘടിതമായ ആക്രമണം നടത്തുന്നു. എന്താ ഈ മുതലാളിയുടെ അഭിപ്രായ കരുത്തോട്? എന്താ ഈ നാട്ടിലെ അഭിപ്രായം പറയണ്ടേ? അതിനെതിരെ പൊരുതുകയാണ് ഈ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഈ അപകടകരമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിനെതിരെ നിവർന്നു നിന്ന് പൊരുതുകയാണ്. ആ പൊരുതുമ്പോ ഈ ചങ്ങാതിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയേണ്ടത് ന്യായല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കൂ, ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല, ഇവരിവിടുത്തെ കുറെ കാര്യം കൂടെ സംസാരിക്കാറുണ്ടാവും. നമ്മുടെ കേരളത്തിൽ നോക്കൂ, കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. സാബുവിന്റെ സിംഗപ്പൂർ മോഡൽ ഗവൺമെന്റ് അല്ല. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു മാതൃക തീർത്ത ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ ഗവൺമെന്റ് എന്ന് കാണാം. ആ ഗവൺമെന്റിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. ഇപ്പോ ഓരോ സെക്കൻഡും വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്രമിക്കാൻ വലതുപക്ഷ ചേരികളെല്ലാം ഉണ്ട്. അതിന്റെ ഒപ്പം മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നാവായി നിന്നുകൊണ്ടുണ്ട്. ഉണ്ടാകുന്ന ഓരോ ആക്സിഡന്റ് പോലും ഗവൺമെന്റിനെതിരെ ഉണ്ടാക്കാവുന്ന വികാരമായി എങ്ങനെയാണ് പടുത്തുയർത്താൻ കഴിയുന്നത് എന്ന് നോക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഈ രാജ്യത്ത് ആരോഗ്യ മേഖലയ്ക്കകത്ത് കേരളം പോലുള്ള ഒരു ആരോഗ്യ സംവിധാനമുള്ള മറ്റേതെങ്കിലും കേന്ദ്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഈ രാജ്യത്തിനും ലോകത്തിനും മാതൃകയല്ലേ? എന്നാൽ കഴിഞ്ഞ കുറച്ച് ഞാൻ പറഞ്ഞ 3-4 ദിവസമായിട്ട് എന്തെല്ലാം പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറവില്ലെന്ന് നമ്മളാരും പറയുന്നില്ല, കുറവുകളുണ്ട്. പക്ഷേ ഇപ്പൊ ഉള്ളത്, നിങ്ങൾ രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തോടും തട്ടിച്ചു നോക്കൂ, ലോകത്തോട് തട്ടിച്ചു നോക്കൂ, ഏതിനോടത്തും മാതൃകയായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ആരോഗ്യ സംവിധാനമുള്ള നാടല്ലേ ഈ കേരളം. ഇപ്പൊ കോവിഡ് അതിജീവിച്ചവരല്ലേ നമ്മള്? എങ്ങനെയാ അതിജീവിച്ച്? ഈ കേരളത്തിന്റെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ കരുത്തിലല്ലേ? ബാക്കി എല്ലായിടത്തും പ്രായമായവർ മരിക്കാൻ വേണ്ടി പ്രത്യേക ക്യൂ ആയിരുന്നു. അമേരിക്കയിൽ പോലും പ്രായമായവർക്ക് വേറെ ക്യൂ, സ്വർഗത്തിലേക്ക് വളരെ ക്യൂവാ, ചികിത്സയില്ല, പരിചരണ ഇല്ല. അന്നേരമാണ് ഇവിടെ 92 വയസ്സുള്ള 99 വയസ്സുള്ള ഒരു അമ്മൂമ്മയെ കൊണ്ടുപോയി പരിചരിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കേരളം കൊണ്ടുവന്നത്. എനിക്കും വന്നു കോവിഡ്, നിങ്ങൾക്കും വന്നു കോവിഡ്. വന്നപ്പോ ഒന്ന് ഫോൺ വിളിച്ചു, വന്നു, കൊണ്ടുപോയി പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലേക്കായി, ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ പരിചരിച്ച് തിരിച്ചു നയിച്ചു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉയർന്നു പ്രവർത്തിച്ചു. നാടാകമാനം. കിഴക്കമ്പലത്തുണ്ടായോ? അത് ഉണ്ടായോ? എന്താ ഉണ്ടാവാത്തത്? ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായി. എന്താ ഇവിടെ ഉണ്ടാവാത്തത്?
ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. സാഹിബ് പറഞ്ഞു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെയും കോൺഗ്രസും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, അല്ലേ, എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്റർ നമ്മളിവിടെ ഉണ്ടാക്കി. ഈ മുതലാളി തിരിഞ്ഞു നോക്കിയോ? മുതലാളിക്ക് അസുഖമില്ല, കുഴപ്പമില്ല. മുതലാളിയെ പരിചരിക്കാനും നോക്കാനും മുതലാളിയെ കുടുംബത്തെ നോക്കാൻ എല്ലാ സംവിധാനം ഉണ്ടാവും. പണക്കാരാണല്ലോ. നമ്മളിരിക്കുന്ന പോലെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നമ്മളിരിക്കുന്ന പോലത്തെ കാലിലിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാവും. രാജ്യത്തെ പ്രമുഖരായ ഡോക്ടർമാർ വേണമെങ്കിൽ വീട്ടിൽ വന്ന് പരിശോധിക്കാം, ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്ത് വന്ന് പരിശോധിക്കാം. അത്രയൊക്കെ പണം ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെ പ്രമാണിമാരുടെ കാര്യമല്ലടോ പറയണത്. ഞങ്ങൾ ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന, ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ലോകത്തിന് മാതൃകയായി ചെയ്തതിന്റെ കാര്യമാണ് പറയുന്നത്. ആ ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായിയുടെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് കാണണം. അതാണ് മോഡൽ, അതാണ് മാതൃക. ആ മോഡൽ അവിടെ കൊണ്ട് നിന്നില്ല. ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖല നോക്കൂ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വരെ വന്ന മാറ്റമുണ്ട്. അവിടെ കുറവുകളില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, കുറവുകളുണ്ട്. എന്താ കുറവുകൾ ഉണ്ടാവാൻ കാരണം? ഒന്ന്, വലിയ രൂപത്തിൽ രോഗികളുടെ എണ്ണം വരികയാണ്. റഫറൻസ് ചെയ്ത് വരേണ്ട മെഡിക്കൽ കോളേജിൽ പോലും റഫറൻസ് ചെയ്തല്ല ഇപ്പൊ രോഗികൾ വരുന്നത്. രണ്ട്, നമ്മുടെ ബദൽ പദ്ധതിയെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരുക്കിയ സാമ്പത്തികമായ കെണി ഒരക്ഷരം ഈ മുതലാളി തിരിച്ചു പറഞ്ഞോ? അതിനെതിരെ ഇവിടുത്തെ വലതുപക്ഷം പറഞ്ഞോ? നമുക്ക് അർഹതപ്പെട്ട പണം, നമുക്ക് കിട്ടാനുള്ള പണം ഈ കേന്ദ്ര ഗവൺമെന്റ് തരാതെ തടഞ്ഞു വയ്ക്കുമ്പോ അതിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന മുഖ്യമന്ത്രി, സുപ്രീം കോടതിയിൽ കേസ് പോകുന്ന കേരളത്തിന്റെ ഗവൺമെന്റ്, ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കോടതിക്കകത്തും രാഷ്ട്രീയവുമായും ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾക്ക് ഈ ഗവൺമെന്റും ഇടതുപക്ഷ പ്രസ്ഥാനവും നേതൃത്വം കൊടുക്കുമ്പോ അതിനെ ഒരു തരി സഹായിക്കുന്ന വർത്തമാനം പറഞ്ഞോ വി ഡി സതീശനും കോൺഗ്രസും ഈ പറയുന്ന സാബു എന്ന മുതലാളിയും? ഈ നാട്ടിലെ വലതുപക്ഷം ആരെങ്കിലും മിണ്ടിയിട്ടില്ല. ഈ മാധ്യമങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്, BJP ഗവൺമെന്റിനെതിരെ ഒരു വാക്ക് പറഞ്ഞോ ഇവിടത്തെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും 24ഉം റിപ്പോർട്ടറും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ? ഒരു ദിവസം ചർച്ച ചെയ്തോ? കേരളത്തിന് അർഹതപ്പെട്ട തുക തരാതിരിക്കുമ്പോൾ സംഭവിക്കുക കേരളത്തിന്റെ ബദൽ പദ്ധതികളെ തകർക്കുകയാണ്. അത് ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ ജീവിതത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് ഇവിടെ സാബുവും കോൺഗ്രസും UDFും എല്ലാം കൂട്ടുനിൽക്കുന്നതെന്ന് ഒരു വാക്ക് കൊടുത്തോ ഈ നാട്ടിലെ മാധ്യമങ്ങൾ? കഴിഞ്ഞ ഈ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ 5000 കോടി രൂപയാണ്, ഒന്നും രണ്ടല്ല, 5000 കോടി രൂപ. എന്റെയും നിങ്ങളുടെയും മക്ക പഠിക്കുന്ന സ്കൂള്, പാവപ്പെട്ടവന്റെ മക്ക പഠിക്കുന്ന സ്കൂള്, വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത കൂടി ആ മക്കൾക്ക് പ്രാപ്യമാക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും മത്സ്യത്തൊഴിലാളിയുടെയും ചുമട്ടുതൊഴിലാളിയുടെയും കർഷക തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെ മക്ക പഠിക്കുന്ന സ്കൂള് മാറ്റാൻ ഈ സർക്കാർ ചെലവഴിച്ചത് 5000 കോടി രൂപയാണ്. അതാണ് ബദൽ. അല്ലാണ്ട് പഞ്ചായത്ത് ലാഭത്തിലാണ് എന്ന് പറയുന്നത് അല്ല ബദൽ. ഇതാണ് ബദൽ. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കയറിക്കിടക്കാൻ വീടില്ലാത്തവർക്ക് വീട്, 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ. ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരിടത്തുമില്ലാത്ത ബദൽ ഉണ്ടാക്കുന്നു. ആ ബദൽ പാവപ്പെട്ടവരുടെ ബദലാണ്. ആ ബദലുണ്ടാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് വികസിച്ചിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് നടത്തിയ എണ്ണമറ്റ സമര പോരാട്ടത്തിലൂടെയാണ്. ഇവിടുത്തെ കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഇരിക്കുന്ന മനുഷ്യരെ മനുഷ്യരാക്കി ഇരുത്താൻ കഴിയുന്ന വിധത്തിലേക്ക് നടത്തിയ എണ്ണമറ്റ പോരാട്ടത്തിന്റെ ചരിത്രം ഈ നാടിനുണ്ട്. അതൊരു കോർപ്പറേറ്റ് മുതലാളിയുടെയും ഒരു ജന്മിയുടെയും ഔദാര്യമോ സംഭാവനയോ ആയിരുന്നില്ല. ഈ ജന്മിയോടും കോർപ്പറേറ്റുകളോടും ഏറ്റുമുട്ടിക്കൊണ്ട് തന്നെയാണ് ആധുനിക മനുഷ്യനെ, ആധുനിക മലയാളിയെ ഈ രൂപത്തിലേക്ക് മാറ്റി തീർത്തത് എന്ന് കാണാൻ കഴിയും. അതിന് വലിയ സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അതുകൊണ്ട് പച്ചക്കറി കിറ്റ് കൊടുത്തോ, പാലിന്റെ വില കുറച്ച് കൊടുത്തോ, ആവശ്യമുള്ളപ്പോ തുറന്നും പൂട്ടിയും നിങ്ങൾ നടത്തുന്ന ഈ നാണം കെട്ട ജനാധിപത്യത്തിന്റെ വ്യവഹാരമുണ്ടല്ലോ, അപമാനകരമായ സ്ഥിതി, അതിനെ എല്ലാ കാലത്തും അംഗീകരിച്ചു തരുന്ന ജനതയായിരിക്കും ഈ കിഴക്കമ്പലത്തിലെ ജനത എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഈ നാടിന്റെ ജനത, ഈ നാടിന്റെ സമരചരിത്രത്തിന്റെ അനുഭവങ്ങൾ തൊട്ടുണർന്ന് ഉയർന്നു വരികയും നിങ്ങളെ അടിച്ച് താഴെ ഇറക്കുന്ന കാലം വിദൂരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.
അതുവരെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെ ഒരു പാർട്ടി ഉണ്ടാകും. ആ പാർട്ടിയുടെ പേരായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് നിങ്ങൾ എഴുതി വച്ചോണം. നിങ്ങളുടെ തിട്ടൂരത്തിന്റെ പിന്നിൽ നിന്റെ 8 തോക്കിന്റെ ഭീഷണിയിൽ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന പാർട്ടിയുടെ പേരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് കണ്ടുവച്ചണം. 8 തോക്കുണ്ടത്ര ലൈസൻസ് ഉള്ള തോക്ക് അരയിലിരിക്കുകയുള്ളൂ. എടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ നിന്റെ അരയിൽ നിന്ന് പൊങ്ങില്ലാതെ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഭയപ്പെടുത്താൻ നോക്കുന്നു. ഇതിനേക്കാൾ വലിയ യന്ത്രത്തോക്കിന്റെ മുന്നിൽ സ്വജീവൻ സമർപ്പിച്ച അനേകായിരം വരുന്ന തൊഴിലാളികളുടെ പിന്തലമുറക്കാരാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകർ എന്ന് നല്ലവണ്ണം കരുതി വച്ചോണം. മരണത്തെ ഞങ്ങൾ ഭയക്കുന്നവരല്ല. മരണം ഒരിക്കലേ ഉണ്ടാകൂ. ആ മരണം ഈ നാടിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി നിവർന്നു നിന്ന് ചെയ്യാൻ തീരുമാനിച്ചാൽ അത് അന്തസ്സോടെ ഏറ്റെടുക്കാനുള്ള അനേകായിരം പേരുള്ള പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് കണ്ടോണം. അതുകൊണ്ട് ഭയപ്പെടുത്താൻ നോക്കണ്ട. നിന്റെ നെറുകേടിനെതിരെ ഞങ്ങൾ ജനാധിപത്യപരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരടിമ സമൂഹത്തെ നിർമ്മിച്ചെടുക്കുകയല്ല. ആധുനിക സമൂഹത്തിൽ നിന്നും ഒരടിമ സമൂഹത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല മലയാളിക്ക് വേണ്ടത്. ആധുനിക സമൂഹത്തിലെ മലയാളി കൂടുതൽ കൂടുതൽ ആധുനികനായി ഉയരണം. കൂടുതൽ കൂടുതൽ മനുഷ്യത്വ ബോധമുള്ളവനായി ഉയരണം. എന്റെ ചുറ്റുപാടുകളിലുള്ളവരോട് ഒരേ മനസ്സോടെ തുറന്നു നോക്കാനുള്ള കണ്ണുള്ളവരായി കാണണം. എന്റെ വേദന പോലെ മറ്റുള്ളവന്റെയും വേദനയെ തിരിച്ചറിയപ്പെടാൻ കഴിയുന്നവനായി മാറണം. അതാണ് ആധുനിക മലയാളിയുടെ, ആധുനിക മനുഷ്യന്റെ വികാസത്തിന്റെ പാത എന്ന് കാണണം.